പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരും ഒരു പ്രാവശ്യത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ആഴ്ചയും പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ ഒരു സെഷനുമായിട്ട് കടന്നു വരുവാന്തക്കൊണ്ടോട് ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ മറ്റുമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ വലിയ ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. എൻ്റെ മകളെ അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിൽ വെച്ച് ഉപയോഗിക്കണം. മറ്റുമായി സമർപ്പിക്കുന്ന വൻകാര്യങ്ങളെ ചെയ്താട്ട്, കുറവശങ്ങളെ ക്ഷമിച്ചാട്ട്, ദൈവമഹത്വം വെളിപ്പെടുത്തിക്കാട്ട് പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ വലിയ ദൈവമഹത്വം ഉണ്ടാകണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിച്ചാട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഈ വീഡിയോ കാണുന്ന ഓരോന്നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നു വരട്ടെ, ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ, ദൈവിക അത്ഭുതങ്ങളെ കാണുവാൻ അവരെ സഹായിച്ചാട്ട്. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റർ ലിപ്സി മാത്യു ആണ്, USA ഫ്ലോറിഡയിൽ നിന്ന്. പ്രിയ സിസ്റ്ററെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. USA എവിടെയാ സിസ്റ്ററെ? പരിചയപ്പെടാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞങ്ങള് US-ല് ഫ്ലോറിഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശരി, ഫ്ലോറിഡയിൽ ഞങ്ങള് ലേക്ക് ലാൻഡ് എന്ന് പറയും. ലേക്ക് ലാൻഡ്. ശരി, ലേക്ക് ലാൻഡും ഫ്ലോറിഡയും ഒക്കെ ഒത്തിരി ഉണർവുകളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അല്ലേ? അതെ അതെ. എനിക്കൊന്ന് ലേക്ക് ലാൻഡിനെ കുറിച്ച് അങ്ങനെ ഒരു പേരുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അത്ര പരിചയമില്ല. ഞങ്ങൾ നേരത്തെ ഗെയിൻസ്വിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു ഫ്ലോറിഡയിൽ. അവിടുന്ന് ഇപ്പൊ റീസെന്റ് ഒരു 4-5-6 മാസമായുള്ളൂ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട്. അതെ, ഞാൻ അമേരിക്ക പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് സിസ്റ്റർ, പക്ഷേ ഫ്ലോറിഡയിൽ വന്നിട്ടില്ല. പക്ഷെ കേട്ടിട്ടുണ്ട് ഫ്ലോറിഡ നമ്മുടെ നാട് പോലെയൊക്കെയുള്ള. അതെ അതെ, നാട്ടിലെ അതേ ക്ലൈമറ്റ് ആണ്. വലിയ തണുപ്പില്ല. നമുക്ക് തണുപ്പുണ്ട് എങ്കിലും നമുക്ക് സ്നോ ഒന്നുമില്ല. അതുപോലെ തന്നെ ചക്കയും മാങ്ങായും വാഴയും. ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ധൈര്യമായിട്ട് ചോദിക്കാം, നമുക്ക് പറമ്പുണ്ടോ എന്ന് ചോദിക്കാം അല്ലയോ? മിക്ക വീടുകളുടെയും പുറകിൽ കുറച്ച് സ്ഥലം ഉണ്ടാവും നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ നടാൻ വേണ്ടി. ദൈവത്തിന്റെ സ്തോത്രം. ഭാഗ്യം മിസ് ചെയ്തില്ലല്ലോ, കേരളത്തെ മിസ് ചെയ്തില്ല. അതുകൊണ്ട് നാടിന് ഇവിടെ എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പോകുന്ന ചർച്ചിലാണെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ കൃഷി ഉണ്ടാവും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടാവുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യും. അപ്പൊ നമുക്ക് ഒരു സീസൺ ആകുമ്പോഴത്തേന് സൺഡേ ചർച്ചിൽ പോകുമ്പോൾ വണ്ടിയുടെ പുറകെ കുറെ പാക്കറ്റുകൾ കാണും അല്ലേ? മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് മാങ്ങ സീസൺ, പിന്നെ പയറ്, അങ്ങനെ ഓരോ വീടുകളിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. പിന്നെ ഞങ്ങളിപ്പം വന്നതല്ലേ ഉള്ളു. ഇനി അടുത്ത സമ്മർ ആകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് തുടങ്ങണം. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങൾ ബോംബെയിൽ ഇരിക്കുന്നവർ ഇതൊക്കെ കേട്ടിങ്ങനെ സന്തോഷിക്കുകയാണ്. ആ ഒരു കൃഷിയുടെ അനുഭവങ്ങളൊന്നും ഞങ്ങൾ ബോംബെക്കാർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും ഒക്കത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ്സ് ഇവിടുത്തെ ഭാഷയിൽ ഫ്ലാറ്റുകളിലല്ലേ നമ്മുടെ ജീവിതം. തീപ്പട്ടിക്കൂട് പോലെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുക. എന്തൊരു ജീവിതമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ജീവിതം. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ ഭാഗ്യമുള്ളവരാ. ദൈവം സഹായിക്കട്ടെ. നാട്ടിലെവിടെയാ? നാട്ടിൽ എൻ്റെ വീട് പത്തനംതിട്ടയാണ്. കെട്ടിച്ചേക്കുന്നത് അങ്കമാലിയിലാണ്, എറണാകുളം അങ്കമാലി. പത്തനംതിട്ട എവിടെയാ? പത്തനംതിട്ടയില് മല്ലശ്ശേരി എന്ന് പറയും. ഓക്കെ. അപ്പൊ പത്തനംതിട്ടയ്ക്ക് അടുത്ത് തന്നെയാ മല്ലശ്ശേരി അല്ലേ? ശരി, ഓക്കെ. ദൈവം സഹായിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് 2 പേർക്കും നല്ല അനുഭവം ഉണ്ടെന്നാ ഞങ്ങൾ കേട്ടത്. അക്സയാണ് നമ്പർ തന്നത്. അതെ അതെ. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതിയാവത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഇന്ന് നമുക്ക് പ്രിയ സിസ്റ്ററുടെ സാക്ഷ്യം കേൾക്കാം. ഞങ്ങൾ നിശ്ചയമായിട്ടും ഹസ്ബൻഡിനെ ഒരു ദിവസം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ 2 സാക്ഷ്യങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരണം. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. മാതാപിതാക്കളെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ചൊക്കെ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട്, കുടുംബത്തെക്കുറിച്ച്, ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് ജീവിതാനുഭവങ്ങളൊക്കെ പറയാം. അപ്പം ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. അത്യാവശ്യം ഉണ്ടെങ്കിലേ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. കണ്ടിന്യൂ ചെയ്യാം.
ഓക്കെ. എൻ്റെ വീട് പത്തനംതിട്ടയാണ്. ഞാനൊരു യാക്കോബ കുടുംബത്തിലാണ് ജനിച്ചത്. എന്നാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കള് ഈ വിശ്വാസത്തിലേക്ക് വന്നു. എൻ്റെ 15-ാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം അഭിഷേകം പ്രാപിച്ചു. 16-ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. എനിക്ക് ചെറിയ പ്രായം മുതൽ ടോൺസിലൈറ്റിസ് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. എല്ലാ മാസവും ഒരാഴ്ചയെങ്കിലും ഞാൻ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും ഈ ടോൺസിലൈറ്റിസ് കാരണം. അപ്പം ഞാനിങ്ങനെ രക്ഷിക്കപ്പെട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ചപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിന്റെ സമയത്താണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. ആ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 2-ാമത്തെ ദിവസം ഞാനായിട്ടൊരു തീരുമാനം എടുത്ത് ഞാൻ ആന്റിബയോട്ടിക്കിലാണ് ആ ദിവസങ്ങളിൽ. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ ആന്റിബയോട്ടിക് കഴിക്കണം. അപ്പം മമ്മി എന്നോട് പറഞ്ഞു ഇന്ന് ഞാൻ എന്തായാലും ആന്റിബയോട്ടിക് കഴിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ എനിക്ക് ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പറ്റത്തില്ല, അതേപോലത്തെ വേദനയാണ്. ഞാൻ അന്ന് ചർച്ചിൽ ചെന്നു. അന്ന് പ്രസംഗിക്കാൻ വിളിച്ച പാസ്റ്റർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത്, ഇതിനകത്ത് ടോൺസിലൈറ്റിസ് ആയിട്ട് ഭാരപ്പെടുന്ന ഒരാളെ കാണുന്നതാണ്. ഞാൻ ഏറ്റെടുത്തു, വിശ്വസിച്ചു. ആ നിമിഷം തന്നെ ഞാൻ സൗഖ്യമായി. അതിനുശേഷം ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഇപ്പൊ ഏകദേശം ഒരു 21 വർഷം കഴിഞ്ഞു. എനിക്ക് വന്നിട്ടേ ഇല്ല. അതിനുവേണ്ടി ഞാൻ ഒരു ആന്റിബയോട്ടിക്കും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ 10-ാം ക്ലാസ് കഴിഞ്ഞു. 12-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നേഴ്സിങ്ങിന് വേണ്ടി ബാംഗ്ലൂരിൽ MS രാമയ്യ മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നു. എൻ്റെ പഠിത്തത്തിൻ്റെ 3 വർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസം കർത്താവ് എനിക്ക് നൽകി തന്നു. ഫസ്റ്റ് 3 ഇയേഴ്സ് ഏറ്റവും നല്ല ഹയസ്റ്റ് മാർക്കായിരുന്നു എനിക്ക് കോളേജിൽ. എന്നാൽ 3-ാമത്തെ വർഷത്തെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു 4th ഇയറിലേക്ക് കയറുന്നതിന് മുമ്പ്. ആ ഒരു സമയം എനിക്ക് ഒരു പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ, മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് കാണിച്ചു. അവരെനിക്ക് ഒരാഴ്ചത്തേനുള്ള ആന്റിബയോട്ടിക് ഒക്കെ തന്നു, പനിക്കുള്ള മരുന്നൊക്കെ തന്നു. പക്ഷെ എൻ്റെ പനി കുറയാതെ ഇന്റർമീഡിയന്റ് ആയിട്ട് 101, 102 ഡിഗ്രി ടെമ്പറേച്ചർ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നു. ഒരാഴ്ചയായപ്പോഴത്തേന് എൻ്റെ ശരീരം മൊത്തം നീര് വെച്ചു. നീര് വെച്ചിട്ട് മൊത്തം ചൊറിച്ചിലും വളരെ ബുദ്ധിമുട്ടായി. അപ്പം എൻ്റെ പപ്പയുടെ സിസ്റ്റേഴ്സ് ബാംഗ്ലൂരിലുണ്ട്. അപ്പം എൻ്റെ ആൻറ്റി വന്നിട്ട് എന്നെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് ആൻറ്റിയുടെ വീട്ടിൽ പോയി. അവിടെ ചെന്നിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അപ്പോഴത്തേന് എൻ്റെ ശരീരമൊക്കെ മഞ്ഞ നിറമായി തുടങ്ങി. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് പിന്നെയും എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പം എൻ്റെ ലിവർ ഫങ്ഷനകത്ത് വളരെ വ്യത്യാസം തോന്നി. ഒരു 300+, ആദ്യം ഒരു 300+ ലിവർ എൻസൈംസ്, അതായത് AST ALT എന്ന് പറയുന്ന എൻസൈംസ് എലിവേറ്റഡ് ആയിട്ട് കാണിച്ചു. ബിലിറൂബിനും കുറച്ച്. അപ്പൊ അവര് ആദ്യം ജോണ്ടിസ് ആന്ന് പറഞ്ഞിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എൻ്റെ ശരീരത്ത് നീരുന്നു ഭയങ്കര സ്വെല്ലിംഗ് ആണ്, ഭയങ്കര ചൊറിച്ചിലാണ്. അങ്ങനെ എൻ്റെ പേരൻസ് മസ്കറ്റിലാണ്. അവര് മസ്കറ്റിലാണ് ജോലി. എൻ്റെ പപ്പ മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം മമ്മിയും പപ്പയുടെ കൂടാണ്. അങ്ങനെ അവരും ഇമർജൻസി ആയിട്ട് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് എന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിക്കൊണ്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് ചെങ്ങന്നൂർ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ചെന്ന് അഡ്മിറ്റായി കഴിഞ്ഞപ്പോഴും എൻ്റെ ശരീരത്തിൽ നീരുണ്ട്, ചൊറിച്ചിലുണ്ട്. അവര് ഈ തന്ന മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തും കൊണ്ടാണ് അവിടെ ചെന്ന് പിന്നെയും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ 300 എന്നുള്ള എൻ്റെ വാല്യൂസ് ഒക്കെ 3000 ആയി. അപ്പം ഡോക്ടേഴ്സിന് ഭയങ്കര ഡൗട്ടായി, എന്തും കൊണ്ട് ലിവറിനകത്ത് അഫക്റ്റ് ചെയ്തു, ലിവറിന് ഡാമേജ് വരുമ്പോഴാണ് ഈ എൻസൈംസ് ഇങ്ങനെ വളരെ എലിവേറ്റ് ആവുന്നത്. അപ്പൊ അവരിങ്ങനെ എന്തും കൊണ്ടാണ്, ഇതിന്റെ റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടി അവര് ഹെപ്പറ്റൈറ്റിസ് A, B, C എല്ലാ കൈൻഡ് ഓഫ് ഹെപ്പറ്റൈറ്റിസിന്റെയും ടെസ്റ്റുകൾ ചെയ്തു. അതെല്ലാം നെഗറ്റീവായിട്ട് തിരിച്ചു വന്നു.
അപ്പം അവരെനിക്ക് എൻ്റെ ഹിസ്റ്ററി കളക്ട് ചെയ്തപ്പോൾ അവരിങ്ങനെ എൻ്റെ മുഖത്തിന്റെ രണ്ട് ഭാഗത്തും ഈ മൂക്കിന്റെ രണ്ട് ഭാഗത്തായിട്ട് എപ്പോഴും ഇങ്ങനെ സൺബേൺ പോലെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ റാഷസ് വരുമായിരുന്നു. അപ്പൊ അവരെന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇത് എത്ര നാളായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നേഴ്സിങ്ങിന് പോയി ഒരു സെക്കൻഡ് ഇയർ തൊട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു റാഷസ് വരും. അത് ആദ്യം ഇങ്ങനെ നമ്മളിങ്ങനെ വെളിയിൽ പോസ്റ്റിങ്ങിനൊക്കെ പോയപ്പോഴാണ് ആദ്യം ഇങ്ങനെ സൺലൈറ്റ് അടിച്ചപ്പോഴാണ് വന്നു തുടങ്ങിയത്. അപ്പം ഞാൻ അങ്ങനെ ഡോക്ടറിനെ കാണിച്ച്, ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് അവരിങ്ങനെ ഈ സൺസ്ക്രീനും അതേപോലെ ചെറിയ സ്റ്റീറോയിഡിന്റെ ക്രീമൊക്കെ തന്ന് പരട്ടാൻ വേണ്ടി. പക്ഷെ അത് പരട്ടുമ്പം കുറയും, പക്ഷെ പിന്നെയും അതിങ്ങനെ നമ്മൾ സൂര്യപ്രകാശത്ത് പിന്നെയും പോകുമ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയി വന്നുകൊണ്ടേ ഇരിക്കും. അതൊരു പ്രോപ്പർ ഹീലിംഗ് അല്ലായിരുന്നു. അതേപോലെ എനിക്ക് എൻ്റെ ഒരു 14 വയസ്സ് തൊട്ട് എൻ്റെ ജോയിൻസിനൊക്കെ നീര് വരുമായിരുന്നു. അത് നമ്മൾ നാട്ടിൽ കൊച്ചിയിലെ കുറേ ഹോസ്പിറ്റലിൽ പോയി അവർ ആർത്രൈറ്റിസിനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു, പക്ഷെ അതൊക്കെ നെഗറ്റീവ് ആയിരുന്നു. അപ്പം എന്താന്ന് അതും കണ്ടുപിടിച്ചില്ല. അപ്പം ഈ പ്രാവശ്യം അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഈ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞപ്പം അവരെൻ്റെ റാഷസ് കണ്ടപ്പം അവർക്ക് എന്തോ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നൊരു സംശയം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനുള്ള ടെസ്റ്റിന് വേണ്ടി നമുക്ക് ബ്ലഡ് വിടാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ബ്ലഡ് ANA, anti-DS-DNA എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകൾക്ക് വേണ്ടി അയച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഫീവറൊക്കെ റെഡ്യൂസായി, എൻ്റെ സ്വെല്ലിംഗ് ഒക്കെ കുറഞ്ഞു. സ്വെല്ലിംഗ് ഒക്കെ കുറഞ്ഞപ്പോഴത്തേന് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഒരു 5 കിലോളം എൻ്റെ വെയിറ്റ് കുറഞ്ഞു, ഹീമോഗ്ലോബിൻ ലെവൽ കുറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു ഞാൻ ഭയങ്കര വീക്കാ, അവര് ഇവിടെ ഹോസ്പിറ്റലിൽ പനിയൊക്കെ കുറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ഡിസ്ചാർജ് ആയി വീട്ടിൽ ഇപ്പം anti-DS-DNAയുടെയും ANAയുടെയും ഒക്കെ റിപ്പോർട്ട് വരുമ്പോഴത്തേന് വന്നിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പം ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നതിൻ്റെ മുമ്പ് എൻ്റെ മാതാപിതാക്കള് നമ്മുടെ ചർച്ചിൽ പറഞ്ഞിട്ട് 3 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ വീട്ടിൽ അറേഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഫാസ്റ്റിംഗ് പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. ഫാസ്റ്റിംഗ് പ്രെയറിന്റെ 2ാമത്തെ ദിവസമാണ് എൻ്റെ ബ്ലഡിന്റെ റിപ്പോർട്ട് വരുന്നത്. അപ്പൊ വീട്ടിൽ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുവായോണ്ട് എൻ്റെ പപ്പായെ കൂട്ടി എന്നെ ഹോസ്പിറ്റലിൽ വിട്ടു. പപ്പായും മമ്മിയും ഫാസ്റ്റിംഗ് പ്രെയറിന് അറ്റൻഡ് ചെയ്തു. അപ്പച്ചനെ കൂട്ടി എന്നെ ഹോസ്പിറ്റലിൽ വിട്ടു. അപ്പൊ നമ്മുടെ വിശ്വാസം ഇതൊക്കെ നെഗറ്റീവ് ആയിരിക്കുമെന്നാണ് നമ്മൾ വിശ്വസിച്ച് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഡോക്ടറിന്റെ റൂമിൽ ചെന്നപ്പം ഡോക്ടർ വളരെ വിഷമത്തോടെ എന്നോട് പറഞ്ഞു, നമ്മൾ വിട്ട ടെസ്റ്റുകളൊക്കെ പോസിറ്റീവാണ്. എനിക്ക് എൻ്റെ ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ടും റിപ്പോർട്ട് വെച്ച് നോക്കുമ്പം എനിക്ക് സിസ്റ്റമിക് ലൂപ്പസ് എറിത്മാറ്റസ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പൊ ആ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ക്യൂർ ആവുന്ന ഒരു അസുഖമല്ല. അതിന് ആ ഡിസീസ് നമുക്ക് ഒന്ന് സ്ലോ ചെയ്യാനുള്ള മരുന്നുകളെ ഇതുവരെയും ഉള്ളൂ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സിസ്റ്റത്തെയും ഇത് അഫക്റ്റ് ചെയ്തിട്ട് ഡാമേജ് ചെയ്യും. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ലിവറിനെയാണ്. അപ്പം ഓരോ സിസ്റ്റത്തിൽ അഫക്റ്റ് ചെയ്യുമ്പോൾ ഇതിന് ഓരോ പേരാണ്. ഇപ്പം ലിവറിൽ അഫക്റ്റ് ചെയ്തുകൊണ്ട് ഇതിന് ലൂപ്പസ് ഹെപ്പറ്റൈറ്റിസ് എന്നാണ് ഇതിന്റെ പേര്. ഇനി കുറച്ചാൾ കഴിയുമ്പം ഇത് കിഡ്നിയെ അഫക്റ്റ് ചെയ്യും, പിന്നെ ബ്രെയിൻ, ഹാർട്ട്, അങ്ങനെ നമ്മുടെ ഓരോ സിസ്റ്റത്തിൽ അഫക്റ്റ് ചെയ്ത് ഒടുവിൽ മരണമാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞ് നമുക്ക് മക്കളുണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ്. കാര്യം മക്കളുണ്ടാവുമ്പോൾ അത് ഒരു ഫോറിൻ ബോഡിയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ കുഞ്ഞിനെ നശിപ്പിക്കും. അങ്ങനെ മിസ്കാരേജസ് ഉണ്ടാവും. അങ്ങനെ ഡോക്ടർ ഞാനൊരു മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ടായിരിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഡോക്ടർ അസുഖത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാനിപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നമുക്ക് ഉടനെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ബയോപ്സി എടുക്കണം ലിവറിന്റെ. കാര്യം നമ്മുടെ ഇമ്മ്യൂണോസപ്രസൻസ് ആണ് തരുന്നത്. അപ്പൊ അതിന്റെ എത്ര ശതമാനം ലിവർ ഡാമേജ് ആയിട്ടുണ്ട്, അതനുസരിച്ച് വേണം നമുക്ക് നമ്മുടെ മെഡിക്കേഷന്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ ആകെ ഡോക്ടറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഡോക്ടർ എനിക്ക് എൻ്റെ പ്രോഗ്നോസിസ് അറിയാം, ഇതൊരിക്കലും ക്യൂർ ആവത്തില്ലെന്ന്. ഞാൻ ചോദിച്ചു, ഡോക്ടർ മരുന്ന് കഴിച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ആവുമെന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഹീൽ ആവത്തില്ല, നമുക്ക് ഇതിന്റെ ഡാമേജ്, നമ്മുടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാം കുറച്ചും കൂടെ.
അല്ലെങ്കിൽ നമ്മളിത് ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഓരോ സിസ്റ്റം ഫെയിൽ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ അഡ്മിറ്റ് ആവണം ബയോപ്സിക്ക് വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. ഫാസ്റ്റിംഗ് പ്രയറിന്റെ 3-ാമത്തെ ദിവസം എൻ്റെ പപ്പായും ഞാനും കൂടെ ബയോപ്സിക്ക് വേണ്ടി അഡ്മിറ്റായി. ബയോപ്സി ചെയ്തു. അപ്പം ബയോപ്സി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 24 hours ഒബ്സർവേഷന് കിടക്കണം. കാര്യം ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. അപ്പം അന്ന് ഞങ്ങൾ അവിടെ അഡ്മിറ്റായി. അന്ന് വൈകിട്ട് ഒരു 8 മണിയായപ്പം ഈ ഡോക്ടറിൻ്റെ ഒ പി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ വന്നിട്ട് ഞാൻ കിടന്ന ബെഡേൽ, ഹോസ്പിറ്റലിൻ്റെ ബെഡേൽ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഡോക്ടർ എൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മുടെ ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഇമ്മ്യൂണോസപ്രസൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഒരു ഫസ്റ്റ് 6 months ഇൻറ്റൻസ് തെറാപ്പി ആയിരിക്കും. എനിക്കിനി തുടർന്ന് ഒരു 6 മാസത്തേന് ഒരു ബ്രേക്ക് എടുക്കണം, പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. എല്ലാ മാസവും ചെക്കപ്പിന് വരണം, നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, കാര്യം ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കുന്നതുകൊണ്ട് ഇലക്ട്രോലൈറ്റ്സ് വേരി ചെയ്യാം. അതുപോലെ എനിക്കിനിയും അപ്പം ഞാൻ ചോദിച്ചു അപ്പം ഇനി എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു നമ്മൾ ഒരു 6 months കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, കാര്യം ഇമ്മ്യൂണോസപ്രസൻസ് ആയതുകൊണ്ട് ഞാൻ ഒരു ഫീവറുള്ള പേഷ്യൻറ്റിനെ നോക്കിയാലും എൻ്റെ ഇമ്മ്യൂണിറ്റി കുറവാണ്, അപ്പം എനിക്ക് ആ അസുഖം വരും. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഈ ഡിസീസ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പഠിത്തത്തിനെ കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാര്യം ആദ്യത്തെ 3 വർഷം ഞാൻ കോളേജിൽ ടോപ്പായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്ക് ഔട്ടായി, എൻ്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ. കർത്താവ് ഇതിനകത്തൊരു അത്ഭുതം പ്രവർത്തിക്കണേന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മെഡിസിൻ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കൂട്ടത്തിലാണ്. അപ്പം ഇനി മെഡിസിൻ കഴിക്കണമല്ലോ കണ്ടിന്യൂസ് ആയിട്ട്. ഇങ്ങനെയൊക്കെ ഓർത്ത് ഞാൻ ഹോസ്പിറ്റലിലെ പപ്പ കാണാതെ ബെഡിൽ തിരിഞ്ഞു കിടന്ന് ഞാൻ ഇങ്ങനെ കരഞ്ഞു, ദൈവമേ ഇതിനകത്ത് ദൈവം ഒരു സൗഖ്യം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി. അപ്പം ബയോപ്സിയുടെ റിപ്പോർട്ട് വരുമ്പം ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഡോക്ടർ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വിളിച്ചു ചോദിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ കാര്യം എനിക്ക് പിന്നെ ഭയങ്കര വീക്ക് ആയതുകൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ അധികം വരണ്ട, അവർ കോണ്ടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർക്ക് എന്തോ ഒരു ഡൗട്ട് ആയതുകൊണ്ട് ഒരു 2 ദിവസം കൂടെ അവർ വെയിറ്റ് ചെയ്യുമോ, ബയോപ്സിയുടെ റിപ്പോർട്ട് അവർക്ക് കിട്ടി, പക്ഷെ എന്തോ ഒരു ഫർദർ സ്റ്റഡിക്ക് വേണ്ടി വിട്ടേക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനി വരുമ്പോൾ ഒരു ലിവർ ഫങ്ഷനും കൂടെ ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഡോക്ടറിനെ കാണാൻ വേണ്ടി റൂമിൽ കയറിയപ്പം ഡോക്ടർ എൻ്റെ ബയോപ്സി റിപ്പോർട്ടും എൻ്റെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വയ്ക്കുക. ഇതെങ്ങനെ സാധിച്ചെന്ന് അറിയത്തില്ല. ബയോപ്സിയുടെ റിപ്പോർട്ടിനകത്ത് 0% ഡാമേജ് ആണ് ലിവറിന്. കാര്യം എൻ്റെ AST ALT 3000 ആയിരുന്നു. അതായത് ഡോക്ടർ എന്ന് പറഞ്ഞത് അക്യൂട്ട് ലിവർ ഫെയിലർ എന്നാണ്. അതെങ്ങനെ 1% പോലും ഡാമേജ് ഇല്ലാതെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നെന്ന് ഡോക്ടറിന് അറിയത്തില്ല. പിന്നെ എൻ്റെ ലിവർ ഫങ്ഷൻ അന്ന് ചെയ്തതെന്ന് നോക്കിയപ്പം 3000 അത് 100+ ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ നമുക്ക് തൽക്കാലം മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണ്ട, നമുക്ക് ഇനിയും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, ഇനി ഒരു ഫർദർ ഇങ്ങനെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു അറ്റാക്ക് നമുക്ക് ഇങ്ങനെ പനി പോലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അന്നേരം ചിന്തിക്കാം മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ് വീണ്ടും ഡോക്ടർ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും എന്നോട് പറഞ്ഞു ഫോളോ അപ്പ് ചെയ്യണം, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒന്നും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തപ്പം എൻ്റെ AST ALT 30-ൽ താഴെയായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര മിറാക്കിളാണ്, കാര്യം ഒരു ഡാമേജ് ആയ ലിവർ, അറ്റ്ലീസ്റ്റ് ലിവർ എന്ന് പറയുന്നത് റീജനറേറ്റ് ആവുന്ന ഒരു ഓർഗനാണ് നമ്മുടെ ശരീരത്തിൽ, അത് ഡാമേജ് ആയാലും തിരിച്ചു വരും. പക്ഷെ അത് അറ്റ്ലീസ്റ്റ് ഇത്രയും ഡാമേജ് ആയ ഒരു ലിവർ ഒരു വർഷമെങ്കിലും എടുക്കും തിരിച്ചൊരു നോർമൽ സ്റ്റേജിലേക്ക് വരണമെങ്കിൽ. ഇത് വിത്തിൻ 2 to 3 വീക്സിനകം കംപ്ലീറ്റ് നോർമൽ ലെവലിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്നെ വീട്ടിൽ വിട്ടു. ഞാൻ അങ്ങനെ മെഡിക്കേഷൻ ഒന്നും എടുത്തില്ല. തിരിച്ച് ഞാൻ ഡോക്ടർ പറഞ്ഞു ഇനി പഠിക്കാൻ പോവാം, പക്ഷെ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലെത്തി. 4th ഇയർ. അപ്പൊ എൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാം 4th ഇയറിൽ കയറി. അപ്പം ഏകദേശം 1.5 മാസത്തെ ക്ലാസ് എൻ്റെ പോയി. അപ്പൊ 4th ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിയറി കുറച്ചും പ്രാക്ടിക്കൽസ് കൂടുതലുമാണ്. എൻ്റെ തിയറി ക്ലാസ് ഒരു 60-70% മൊത്തം പോയി. കാര്യം ഞാൻ ഫസ്റ്റ് അറ്റൻഡൻസ് എൻ്റെ വിളിക്കും ഇടുമ്പം എൻ്റെ കൂടെ പഠിക്കുന്നവർക്കെല്ലാം 60% ആ കവറായി അറ്റൻഡൻസ്. അപ്പൊ എനിക്കറിയാം ഈ രാമിയയില് അറ്റൻഡൻസ് ഷോർട്ടേജ് ആണെങ്കിൽ എക്സാമിന് ഇരുത്തത്തില്ല. ഞാനാണെങ്കിൽ വളരെ ഭാരപ്പെട്ടു. അപ്പം ഞാൻ ഈ ഫസ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എന്നും അറ്റൻഡൻസ് രജിസ്റ്റർ അവിടെ വെച്ചിട്ട് ടീച്ചേഴ്സ് പോയി കഴിയുമ്പോൾ ഞാൻ ആ രജിസ്റ്റർ എടുത്തിട്ട് കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവെ എനിക്ക് അത്ഭുതം എനിക്ക് ഈ എൻ്റെ കൂടെ പഠിക്കുന്നവരുടെ കൂടെ എക്സാം എഴുതണം. അങ്ങനെ ദൈവം അത്ഭുതം ചെയ്തെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് 80% അറ്റൻഡൻസ് ഒന്നും ഇല്ലായിരുന്നു ഫൈനൽ എക്സാം ആയപ്പോൾ. പക്ഷെ ഞാൻ ജോയിൻ ചെയ്യാൻ പോയപ്പോൾ എന്നോട് വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞു, ലിപ്സി ഇപ്പോൾ ഓൾറെഡി ക്ലാസ് ഒക്കെ പകുതിയായി, ഇനിയും അവരുടെ കൂടെ ഇരിക്കണോ, ഇനി 6 months റെഗുലർ ബാച്ചിൻ്റെ കൂടെ ഇരിക്കണോ, 6 months ബാക്കുകാരുടെ കൂടെ ഇരുന്നാൽ പോരെ, അപ്പോൾ ഒരു 6 months ഗ്യാപ്പ് എടുത്തിട്ട് ഇനി 6 months കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് മാഡത്തിനോട് പറഞ്ഞു, മാഡം ഞാൻ ഇരുന്നോട്ടെ അവരുടെ കൂടെ. അപ്പൊ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കാര്യമാണ്, നല്ല മാർക്ക് വാങ്ങിക്കുന്നുണ്ടാവോ എനിക്കറിയില്ല, ടീച്ചേഴ്സിനൊക്കെ വളരെ കാര്യമായിരുന്നു തന്നെ. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ ഇരുന്നോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എല്ലാ ദിവസവും രജിസ്റ്റർ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കും. എൻ്റെ പേരൻസും അതുപോലെ എൻ്റെ മമ്മിയും എൻ്റെ ആങ്ങളമാരും വന്ന് നാട്ടിലാണ്. അപ്പൊ അവര് എന്നും പ്രാർത്ഥിക്കുമ്പം വൈകിട്ട് ഇങ്ങനെ കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഹോൾ ടിക്കറ്റ് കിട്ടി എക്സാം എഴുതാൻ വേണ്ടി. ദൈവം അത്ഭുതം ചെയ്തെന്ന് പറഞ്ഞാൽ മതി. രാമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 80% അറ്റൻഡൻസ് ഇല്ലാതെ ഞാൻ ഫൈനൽ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം 4th ഇയറിൽ എഴുതാൻ ദൈവം സഹായിച്ചു. ആ വർഷം ഏറ്റവും ടോപ്പ് മാർക്കിൽ 4th ഇയർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ നഴ്സിങ്ങിന് ഞാൻ കർത്താവ് പറഞ്ഞിട്ടാണ് നഴ്സിംഗ് സെലക്ട് ചെയ്തത്. കർത്താവ് എന്നോട് പലതവണ ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ അമേരിക്കയിൽ അയക്കും, നീ രോഗികളുടെ ഇടയിൽ ശുശ്രൂഷിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഞാൻ നഴ്സിംഗിന് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു പ്രൊഫഷൻ അല്ലായിരുന്നു. പക്ഷെ ഒരു 12th ഒക്കെ ആയപ്പോഴാണ് നഴ്സിംഗിന് വേണ്ടി പോവാം എന്ന ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഞാൻ പോകുന്നതിന്റെ മുമ്പേ തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു പാസ്റ്റർ ഇങ്ങനെ വന്നപ്പം പ്രാർത്ഥിച്ചും പറഞ്ഞു, നിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതിരിക്കാൻ പിശാച് ശ്രമിക്കുന്നു. അതേപോലെ പിശാച് ശ്രമിച്ചെങ്കിലും വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കുറച്ച് നാൾ അവിടെ ഒരു കോളേജിൽ പഠിപ്പിച്ചു. തിരിച്ച് എൻ്റെ പേരൻസ് മസ്കറ്റിലായതുകൊണ്ട് അവർ എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി. തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഞാൻ മുത്തൂറ്റ് കുറച്ച് നാള് മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. ആ സമയത്ത് എൻ്റെ കല്യാണം. അപ്പം എൻ്റെ വിവാഹം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നാണ്, കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒറ്റയ്ക്ക്. ഇപ്പോഴും ആരും അവരുടെ വീട്ടിൽ നിന്ന് ആ ഏരിയയിൽ നിന്നും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരു ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അങ്ങനെ ഞങ്ങളുടെ 2007 ഞങ്ങളുടെ വിവാഹം നടന്നു. ഹസ്ബൻഡ് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്തത്. അപ്പം തിരിച്ച് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി. അപ്പം ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു, ലൈഫ് ഒന്ന് സെറ്റിലായിട്ട് മക്കളൊക്കെ മതി എന്ന് ഞങ്ങൾ രണ്ടും ഇങ്ങനെ തീരുമാനിച്ചു. പക്ഷേ കർത്താവ് ഞങ്ങളോട്, കല്യാണം ഒക്ടോബറിലായിരുന്നു, ഒരു നവംബർ ഡിസംബർ ആയപ്പോൾ ദൈവം ഞങ്ങളോട് ഇടപെട്ടു, നിങ്ങൾ തീരുമാനിക്കുമ്പോഴല്ല ഞാൻ മക്കളെ തരുന്നത്, എൻ്റെ സമയത്താണ്. ഞങ്ങളുടെ തീരുമാനം തെറ്റാന്ന് മനസ്സിലാക്കി ഞങ്ങൾ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ജാനുവരിയിൽ ഞാൻ കൺസീവ് ആയി കഴിഞ്ഞപ്പം അതൊരു ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു. പക്ഷേ എൻ്റെ പ്രഗ്നൻസിയിൽ 12ാമത്തെ ആഴ്ചയിൽ സ്കാനിങ്ങിന് ചെന്നപ്പം ഞങ്ങൾക്ക് മനസ്സിലായി 12 ആഴ്ച വരെ കുഞ്ഞിന് വളർച്ചയുണ്ടായിരുന്നു, അതിലൊരു കുഞ്ഞ് മരിച്ചുപോയി എന്ന്. അപ്പം ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് നാട്ടിലാണ്. നാട്ടിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എൻ്റെ മമ്മി ആ സമയത്ത് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അതൊക്കെ കാരണം നാട്ടിൽ നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ
ഞങ്ങള് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഇൻസിഡന്റ് ആണ്. അപ്പം ഒരു കുഞ്ഞിന് ജീവനുണ്ട്, ഒരു കുഞ്ഞ് മരിച്ചെന്ന്. ഡോക്ടർ പറഞ്ഞു ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം രണ്ട് കുഞ്ഞുങ്ങളും ഒരേ സാക്കിലാണ് കിടക്കുന്നത്. അപ്പം ഞാൻ മുത്തൂറ്റാണ് ആദ്യം കാണിച്ചത്. അപ്പൊ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റിന് പുള്ളിക്ക് ഒരു ഉറപ്പില്ലാത്ത പോലെ പുള്ളി പറഞ്ഞു, ഇത് ഞാൻ ഇങ്ങനെയുള്ള കേസ് വളരെ റെയർ ആയിട്ടാണ് കണ്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 12 വീക്സേ ആയുള്ളൂ, വേണമെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ അബോർഷൻ ചെയ്യാം. അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മളോട് സംസാരിച്ചു. ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പൊ നമ്മള് വീട്ടിലെ എല്ലാവരോടും പറയുമ്പോൾ ഇത് ആദ്യത്തെ പ്രഗ്നൻസി. അപ്പം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു 12 ആഴ്ച ആയുള്ളൂ, 16 വീക്സിലാണ് ഈ ജീവനുള്ള കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ ആവുന്നത്. അപ്പം ഈ സെയിം ഫ്ലൂയിഡിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഈ ജീവനുള്ള കുഞ്ഞും ഈ ഫ്ലൂയിഡാണ്, ആ ഫ്ലൂയിഡിൽ കിടന്നാ വളരുന്നതുകൊണ്ട് ഈ മരിച്ച കുഞ്ഞ് എന്തോ ഒരു പ്രോട്ടീൻ എന്തോ റിലീസ് ചെയ്യും. അപ്പം അതിൽ നിന്നും ഈ ജീവനുള്ള കുഞ്ഞിന് ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പം അനോമാലീസ് ഉണ്ടാവാം എന്നൊക്കെ നമ്മളോട് കുറെ ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് നമ്മളോട് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ടെൻഷനായി. ഇനി അംഗവൈകല്യമുള്ള കുഞ്ഞിന് വല്ലതും കിട്ടുമോ എന്നൊക്കെ നമുക്ക് പേരൻസ് ഒക്കെ ചോദിച്ചു, ഇത് കണ്ടിന്യൂ ചെയ്യുന്നോ ഇങ്ങനെയൊക്കെ നമ്മളോട് ചോദിച്ചപ്പോ ദൈവം ഞങ്ങളോട് മോശയുടെ ഒരു അനുഭവമാണ് ഞങ്ങളോട് ഇടപെട്ടത്. ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഫറവോൻ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചപ്പോ മോശയുടെ പേരൻസ് ആണ് മോശ ജീവിക്കണമെന്നുള്ളത് തീരുമാനമെടുത്തത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേർ തീരുമാനമെടുത്ത് കർത്താവ് പറഞ്ഞതാണ് ഞങ്ങൾക്ക് തലമുറ തരുമെന്ന്, ഈ കുഞ്ഞിന് ഞങ്ങൾ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുമെന്നൊരു തീരുമാനമെടുത്തു. പക്ഷെ നമുക്ക് അത് ഞങ്ങൾ പിന്നെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പോയി ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തു. അപ്പൊ അവിടെ നമുക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു. സ്കാനിങ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജീവനുള്ള കുഞ്ഞിന്റെ വളർച്ച അറിയണം. മരിച്ച കുഞ്ഞ് അവരെന്നോട് പറഞ്ഞു, സാധാരണ ഇത് ഇങ്ങനൊരു പ്രഗ്നൻസിയിൽ ഒരു കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ഈ ജീവനുള്ള കുഞ്ഞ് വളരും തോറും ഈ മരിച്ച കുഞ്ഞിനെ യൂട്രസിന്റെ വോളിൽ ഇതിങ്ങനെ അമക്കും, ഇങ്ങനെ അമർന്നിട്ട് അതൊരു പേപ്പർ പോലെ ആയി തീരുമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ കേസിൽ എൻ്റെ യൂട്രസിന് നല്ല വലുപ്പമായിരുന്നു. അപ്പം ഈ കുഞ്ഞ് വളരുന്ന അനുസരിച്ച് മറ്റേ കുഞ്ഞ് വെള്ളത്തിൽ കിടന്ന് വീർക്കാൻ തുടങ്ങി. അങ്ങനെ അതുകൊണ്ട് എനിക്ക് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും സ്കാനിങ് ആണ്. തിരിച്ച് ഞാൻ ബാംഗ്ലൂരിലെത്തി അവിടെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. അവിടെയും എനിക്കിങ്ങനെ എല്ലാ 2 വീക്സ് സ്കാനിങ് ആണ്. അപ്പം സ്കാൻ ചെയ്ത് ലാസ്റ്റിൽ എന്നോട് എല്ലാ ദിവസവും സ്കാൻ ചെയ്യുന്ന ഒരേ ഡോക്ടർ തന്നെയാണ്. അപ്പം ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി അല്ലേ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ അതെ. എന്നോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് മേക്ക് ചെയ്തത് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാമെന്ന്? അപാര ധൈര്യം തന്നെയാ. അപ്പൊ ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞില്ല, പക്ഷെ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, ദൈവം പറഞ്ഞു തന്ന, ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല. അപ്പം പ്ലാൻ ചെയ്യാതെ തന്നെ കർത്താവ് പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് മക്കളെ തരുമെന്നുള്ളത്. അങ്ങനെ എൻ്റെ പ്രഗ്നൻസി 9 മാസമായി. എനിക്ക് ഒക്ടോബർ 27 എനിക്ക് ഡേറ്റ് പറഞ്ഞെങ്കിൽ ഒക്ടോബർ 8 ആയപ്പം പെയിൻ ആയിട്ട് ഞാൻ അഡ്മിറ്റായി, ഡയലറ്റേഷൻ ഉണ്ടായി. അവരെനിക്ക് ട്രിപ്പ് ഇട്ടു, വേദന കൂടാൻ വേണ്ടിയുള്ള ട്രിപ്പ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഫീറ്റൽ ഹാർട്ട് റേറ്റ് 145 കിടന്ന ഹാർട്ട് റേറ്റ് നേരെ 100-ന് താഴെയായി. അപ്പോഴത്തേന് ഫീറ്റൽ ഡിസ്ട്രസ് ആണെന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ ട്രിപ്പ് മാറ്റി പ്ലെയിൻ നോമോസലൈൻ ഇട്ടു. എന്നിട്ടും എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഉടനെ സർജറി ചെയ്യണം, അല്ലെങ്കിൽ ഒന്നീ കുഞ്ഞല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ എമർജൻസി ആയിട്ട് എന്നെ സിസേറിയൻ എടുത്തു. ഒക്ടോബർ 9 ഞങ്ങൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ ഒരു ആൺതലമുറയെ തന്നു. എന്നിട്ട് സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഹസ്ബൻഡിനെയും എൻ്റെ പേരൻസിനെയും വിളിച്ചിട്ട് മരിച്ചുപോയ കുഞ്ഞിനെയും കാണിച്ചു.
എന്നിട്ട് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് എന്തുകൊണ്ടാണ് ഈ ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം പെയിൻ കൺട്രാക്ഷൻ വരാനുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം മേളിൽ നിന്ന് കൺട്രാക്ഷൻ വന്നു, പക്ഷെ താഴെ ആ മരിച്ച കുഞ്ഞ് വന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് ഇവനിങ്ങനെ അമർന്ന് ആണ് ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാവാനുള്ള കാരണം. കുഞ്ഞിനെ എടുത്തപ്പം കുഞ്ഞിന്റെ 2 കൈയും 2 കാലും ഓൾറെഡി സൈനോസ് ബ്ലൂ കളർ ആയായിരുന്നു. പിന്നെ NICUയിൽ വെച്ച് കുറച്ച് നേരം ഓക്സിജനൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ ഒരംഗവൈകല്യവും ഇല്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. അപ്പൊ കുഞ്ഞ് ഒരു 6 മാസം ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, ഈ കുഞ്ഞിന് ഞാൻ പേരിടുമെന്ന്, നിങ്ങൾ പേര് നോക്കണ്ടെന്ന്. അപ്പൊ ഞങ്ങള് അപ്പൊ അതുവരെ ഞങ്ങൾക്ക് പേര് കിട്ടിയിട്ടില്ല, ദൈവം പേര് സംസാരിച്ചിട്ടുമില്ല. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി പേര് കൊടുക്കണമല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ ദൈവം എന്താണ് പേരിടപെടുന്ന ഞങ്ങളിങ്ങനെ രണ്ടുപേരും ഒന്നിച്ചിരുന്നല്ല, സെപ്പറേറ്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പം ദൈവം ഞങ്ങളോട് ജോനാഥൻ എന്നുള്ള പേര് ഇടപെട്ടു. അപ്പൊ ഞങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഈ ജോനാഥൻ എന്നുള്ള പേരിന്റെ അർത്ഥം നോക്കിയപ്പം ദ ലോർഡ് ഹാസ് ഗിവൻ യു എന്ന് പറഞ്ഞ അർത്ഥമാണ് കുഞ്ഞിന്. അപ്പം ഞങ്ങള് ദൈവം പറഞ്ഞ പേര് കുഞ്ഞിന് ഇട്ടു. അവൻ ഇന്ന് 16 വയസ്സുണ്ട്. അവൻ കഴിഞ്ഞ വർഷം ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനും സ്നാനപ്പെടുവാനും കർത്താവ് സഹായിച്ചു. ഇവിടെ ചർച്ചില് വർഷിപ്പ് ടീമിന്റെ ഭാഗമായിട്ട് അവൻ കീബോർഡ് പ്ലേ ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഡോക്ടേഴ്സ് ഇങ്ങനെ ബ്രെയിനിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും അവന്റെ വിദ്യാഭ്യാസത്തിൽ നല്ല മാർക്കോടെ അവൻ ഇതുവരെയും പാസ്സായത് ദൈവം അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് ആ തലമുറയെ തന്നു. അതിനുശേഷം 2008 കുഞ്ഞു ഉണ്ടാവുന്നത്. 2009 ഞങ്ങള് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുവാണ്. അവനൊരു 8 മാസമൊക്കെ പ്രായമായപ്പം ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടെ ചെറിയ വെക്കേഷന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരും. അപ്പൊ ഞങ്ങൾക്ക് അന്ന് ഒരു ആൾട്ടോ കാറാണ് ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ ആ കാറിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങള് ഒരു കോയമ്പത്തൂർ എത്തിയപ്പം ഞാനിങ്ങനെ എൻ്റെ മമ്മിയുടെ ശബ്ദത്തിൽ ഇങ്ങനെ ആരും മമ്മി ഇങ്ങനെ പറയുന്ന പോലെ കേൾക്കുകയാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പം നമ്മുടെ വാഹനത്തെ മാത്രമല്ല, മുൻപേന്നും എതിരേന്നും വശങ്ങളിൽ നിന്നും വരുന്ന വാഹനത്തിന് നിയന്ത്രിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 1-2 പ്രാവശ്യം ഞാൻ കേട്ടു. ഞാനപ്പോ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ മമ്മി പറയുന്ന പോലെ ഇങ്ങനെ കേൾക്കുന്നു, പക്ഷെ അതിങ്ങനെ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്തു. നമ്മൾ യാത്ര ചെയ്തപ്പോ അത് ഇഗ്നോർ ചെയ്തു. ഞങ്ങള് പാലക്കാട് കയറിയിട്ട് ഞങ്ങളൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ ഒരു ചെറിയ മഴയുണ്ടായിരുന്നു. ആ മഴ അങ്ങോട്ട് തോന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാറ് സ്റ്റാർട്ട് ചെയ്ത് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന മണ്ണുത്തി എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ എത്തിയപ്പം ഞങ്ങളുടെ കാറിൽ വന്നൊരു വലിയ ലോറി ഇടിച്ചു. ആദ്യത്തെ ഇടിയിൽ തന്നെ ഞങ്ങളുടെ കാറ്, ചെറിയ കാറാണല്ലോ, അതങ്ങ് തിരിഞ്ഞിട്ട് റോഡിന്റെ നടുക്കോട്ട് ഇങ്ങനെ കുറുകയായി. ആ ലോറി മഴ പെയ്ത് കിടക്കുന്നോണ്ടായിരിക്കും ആ ലോറിക്ക് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടില്ല. രണ്ടാമതും വന്ന ലോറി ഇടിച്ചു. മൂന്നാമതും വന്നിടിച്ചു. 4ാമത് ഇടിച്ചിട്ട് ഞങ്ങളെ കുറേ ദൂരം വലിച്ചോണ്ടങ്ങ് പോയി. പക്ഷെ ആദ്യത്തെ ഇടിയിൽ നമ്മളിങ്ങനെ കുഞ്ഞെന്റെ കയ്യിലിരിക്കുക, ഞാൻ പുറകിലിരിക്കുക, സീറ്റ് ബെൽറ്റ് ഇല്ല, ഇവിടുത്തെ പോലെ കാർ സീറ്റ് ഒന്നുമില്ല. ആദ്യത്തെ ഇടിയിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ജെർക്കായി. പക്ഷെ നമ്മുടെ ഫേസോ ഒന്നും പോയി സീറ്റേൽ ഒന്നും ഇടിക്കാതെ പിന്നെ 2-3 പ്രാവശ്യം ഇടിച്ചിട്ടും ഞങ്ങൾ ആ സീറ്റ് തന്നെ ഇങ്ങനെ ഇരുന്നു. ഞങ്ങളുടെ കാറിന്റെ ഒരു വശം മൊത്തം കംപ്ലീറ്റ് റൈറ്റ് സൈഡില് കംപ്ലീറ്റ് 2 ഡോറും ചളിങ്ങി അകത്തേക്ക് കയറി. ഫ്രണ്ടിലത്തെ മിറർ പൊട്ടി. നാഷണൽ ഹൈവേ NHലാന്ന് തോന്നുന്നു. അപ്പൊ അവിടെ ഉള്ള ആൾക്കാരെല്ലാം ഓടിക്കൂടിയിട്ട് ഹൈവേ പോലീസ് വന്നു. അവര് ഞങ്ങളോട് ചോദിച്ചു, അപ്പൊ നമുക്ക് ആ സൈഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോ അവര് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഒന്നും പറ്റിയില്ല. അവര് ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ല? പറഞ്ഞു, ഇല്ല, ഇത്ര ആക്സിഡന്റ് നടന്നിട്ടൊന്നും പറ്റിയില്ല. ഞങ്ങൾ പറഞ്ഞു, ഇല്ല, ഒന്നും പറ്റിയില്ല. അപ്പൊ അവര് പറഞ്ഞു, ഈ പർട്ടിക്കുലർ സ്പോട്ടില് എപ്പോഴും ആക്സിഡന്റ് നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു 40 ആക്സിഡന്റ് കൂടുതൽ നടന്നിട്ടുണ്ട്. 8 പേർ ഓൺ ദ സ്പോട്ടിൽ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു പോറൽ പോലും പറ്റാതെ ഒരു ആക്സിഡന്റ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് അവിടെ ഓടിക്കൂടിയ നാട്ടുകാരും ഹൈവേ പോലീസും പറഞ്ഞു, നിങ്ങൾ വിളിക്കുന്ന ദൈവം ഭയങ്കര വലിയ ദൈവം കേട്ടോ.
അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ആക്സിഡന്റിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. എന്താ പറയുക, ദൂതനെ അയച്ച് ഞങ്ങളെ വിടുവിച്ചെന്ന് പറഞ്ഞാൽ മതി. കാര്യം ഫസ്റ്റ് ഇതിൽ തന്നെ ഞങ്ങളുടെ ഒരു ചെറിയ വാഹനമാണ് ഞങ്ങള് മരണത്തെ മുഖാമുഖം ഞങ്ങളിങ്ങനെ നേരിൽ കണ്ടോണ്ടിരിക്കും, ലോറി വന്ന് ഞങ്ങളെ ഇടിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് ദൈവം ഒരു പോറൽ പോലും ഇല്ലാതെ ഞങ്ങളെ കുടുംബമായിട്ട് ദൈവം ഞങ്ങളെ വിടുവിച്ചെന്ന് പറഞ്ഞാൽ മതി. അതിനുശേഷം ലീവ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിൽ ചെന്ന് കുഞ്ഞിനൊരു 1.5 വയസ്സ് പ്രായമായപ്പം ഞാൻ പിന്നെയും കൺസീവായി. ആ പ്രഗ്നൻസി ഒരു 12ാമത്തെ ആഴ്ചയിൽ ഞങ്ങൾ സ്കാനിങ്ങിന് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ആ കുഞ്ഞിനും 12 ആഴ്ചത്തെ വളർച്ചയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഹാർട്ട് ബീറ്റ് ഇല്ലെന്ന് പറഞ്ഞു. സെയിം ആദ്യത്തെ പ്രഗ്നൻസിയിൽ സംഭവിച്ചതുപോലെ തന്നെ. ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി. കാര്യം ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു, 2ാമത്തെ പ്രഗ്നൻസിയിലും ഇങ്ങനെ തന്നെ സംഭവിച്ചു. ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആയിട്ട് നമുക്ക് ആ കുഞ്ഞിനെ DNC ചെയ്ത് പുറത്തെടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങള് കർത്താവിനോട് കുറേ നമുക്കിങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവിനോട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, കർത്താവ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു. നമുക്ക് വളരെ വിഷമം തോന്നി. ആദ്യത്തെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു, 2ാമത് വീണ്ടും ഒരു കുഞ്ഞ് നഷ്ടപ്പെടുവാണല്ലോ. പക്ഷെ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി. ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് അടുത്തൊരു കുഞ്ഞിന്. അപ്പം ദൈവം ഓൾറെഡി ഞങ്ങളോട് ദൂത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് 3 തലമുറ ഞാൻ നിങ്ങൾക്ക് തരും, 2 ആണും 1 പെണ്ണും എന്നൊക്കെ നമ്മളോട് ആദ്യമേ നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ ദൂതുകൾ കേൾക്കുവാണ്. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ഇനി അടുത്തൊരു കുഞ്ഞിനെ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോകുന്ന ചർച്ചിൽ ഞങ്ങൾ അവിടെ ബേതയിലെ MA വർഗീസ് പാസ്റ്ററിന്റെ ചർച്ചിലാണ് വന്നത്. അപ്പം സുനിൽ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞാനും പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങളൊരു 3 days ഫാസ്റ്റിംഗ് പ്രെയർ എടുത്തു. എന്നിട്ട് പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് അടുത്തൊരു കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർ ആയി. ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഒരു 4 ആഴ്ച, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നോർമൽ റെഗുലർലി വരുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞ് ഫസ്റ്റ് ആദ്യത്തെ ദിവസം മൈൻഡ് ചെയ്തില്ല. സെക്കൻഡ് ഡേ ഞാൻ വർക്ക് ചെയ്യുക, ഞാൻ ICUലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ജോലിക്ക് പോകും. ജോലിക്ക് ചെന്നിട്ട് പേഷ്യൻസിനെയൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പം ഭയങ്കര പെയിനും ഭയങ്കര ബ്ലീഡിങ്ങും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് രാത്രി റെസ്റ്റ് ചെയ്യുമ്പം എനിക്ക് ഒരു ബ്ലീഡിങ്ങും ഇല്ല. അങ്ങനെ 2-3 ദിവസം കണ്ടിന്യൂ ചെയ്തപ്പോൾ ഞാനോട് പറഞ്ഞു, ഇതൊരു നോർമലായിട്ട് തോന്നുന്നില്ലല്ലോ, നമുക്കൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പോസിറ്റീവാണ്. 4 ആഴ്ചയായിട്ടുള്ളൂ, പക്ഷെ 2 ലൈൻ നല്ല ലൈനായിട്ട് വന്നിട്ട് പോസിറ്റീവാണ്. അപ്പം ഞങ്ങൾക്ക് ആകെ പേടിയാ. കാര്യം 3-4 ദിവസമായിട്ട് ബ്ലീഡിങ് ആണ്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് അവിടെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഡോക്ടേഴ്സിനൊക്കെ പരിചയമുള്ളതുകൊണ്ട് സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ ഒന്നും കാണാനില്ല, എല്ലാം കംപ്ലീറ്റ്ലി അബോർഷൻ ആയെന്നാ തോന്നുന്നത്. ഞാൻ ആകെ തകർന്നു പോയി. ഇനി അടുത്ത കുഞ്ഞും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവമേ അടുത്ത കുഞ്ഞ് നഷ്ടമാവുകയാണോ എന്ന് ഓർത്ത് ഞാൻ ആ റിപ്പോർട്ടും പിടിച്ചോണ്ട് ഇങ്ങനെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി റൂമിന്റെ മുന്നേ വെയിറ്റ് ചെയ്തപ്പം ദൈവമേ ഒരു അത്ഭുതം ചെയ്യണേന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഡോക്ടറിനെ കയറി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഈ മെഷീൻസിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇത് ടു ഏർലി ആണല്ലോ, 4 weeks അല്ല ആയിട്ടുള്ളൂ, മെഷീൻ ചിലപ്പം ഈ ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 2 weeks കൂടെ വെയിറ്റ് ചെയ്യാം. പക്ഷെ ആ 2 weeks കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ്. ഒന്നിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രമേ എഴുന്നേൽക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനപ്പം 2.5 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ വീട്ടിൽ ബെഡ് റെസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പം പ്രഗ്നൻസി ഹോൾഡ് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻസും പ്രൊജസ്ട്രോണിന്റെ ടാബ്ലറ്റ്സ് ഒക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഒരു 2 ആഴ്ചക്ക് ശേഷം വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തപ്പം സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു സാധനം യൂട്രസിൽ ഇപ്പം കാണുന്നുണ്ട്, പക്ഷെ ഫീറ്റൽ പോൾ ഇല്ലെന്ന് പറഞ്ഞു.
അപ്പൊ ഫീറ്റൽ പോൾ ഇല്ലെങ്കിൽ അത് ഇനി കുഞ്ഞാണോ അതോ ഇനി വേറെ വല്ല മാസാണോ എന്ന് ഡോക്ടറിന് അറിയില്ലല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നത് നമുക്കൊരു 2 വീക്സും കൂടെ വെയിറ്റ് ചെയ്യാം. പക്ഷെ ആ 2 വീക്സിൽ നമുക്ക് ബീറ്റ HCG എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റും കൂടെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്ത് നോക്കാം. കാര്യം എങ്ങനെയാണ് പ്രഗ്നന്റ് ആണോ, ഇത് പിന്നെ പ്രഗ്നൻസി ആണെങ്കിൽ ബീറ്റ HCG കൂടിക്കൊണ്ടേയിരിക്കും ഓരോ ദിവസം. അപ്പൊ അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഇങ്ങനെ ബ്ലഡ് കൊടുക്കും. റിപ്പോർട്ടൊക്കെ കീഴ് വരുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനാണ്. ദൈവമേ, ഇന്നലത്തേനെക്കാട്ടി കൂടുതലാണ് ഇന്നത്തെ റേഷ്യോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഒരു 2 ആഴ്ച കടന്നുപോയി. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാനിങ്ങിന് ചെന്ന് ആ സ്കാനിങ്ങില് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കേട്ടു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അപ്പൊ എന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ സ്കാൻ ചെയ്ത അതേ ഡോക്ടറാണ് ഈ പ്രഗ്നൻസിയിൽ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഓ അറ്റ് ലാസ്റ്റ് നമുക്ക് ഹാർട്ട് ബീറ്റ് കേട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രഗ്നൻസിയിൽ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഒരു 4-5 മാസം ആയപ്പം പിന്നെ യൂട്രസ് ഡയലേറ്റ് ആവുക, സ്റ്റിച്ച് ഇടണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഇടാതെ കർത്താവ് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. 9-ാം മാസത്തിൽ ഞാൻ നാട്ടിലാണ്, ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ പോയി. നാട്ടിൽ ചെന്ന് മുത്തൂറ്റ് അഡ്മിറ്റായി. ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺതലമുറ ദൈവം ദാനമായി തന്നു. അപ്പൊ 2ാമത്തെ പെൺതലമുറയാണെന്ന് നാട്ടിൽ നമുക്ക് സ്കാനിങ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പോലുള്ള ഫെസിലിറ്റീസ് ഇല്ലല്ലോ, സെക്സ് അറിയാൻ നമുക്ക് ഒരു ഇതുമില്ല. പക്ഷെ എൻ്റെ എല്ലാ പ്രഗ്നൻസിയിലും കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് കർത്താവ് ഓൾറെഡി ഇടപെടും. അപ്പൊ 2ാമത്തെ പ്രഗ്നൻസി കുഞ്ഞ് വയറ്റിലുള്ളപ്പോൾ തന്നെ കുഞ്ഞ് പെൺതലമുറയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പേര് കണ്ടുപിടിച്ചു. ഇപ്പം ജോനാഥൻ എന്നുള്ള പേരിന് ചേർന്ന് ഞങ്ങൾ ജൊഹാന, ദൈവത്തിന്റെ ദാനം എന്നുള്ള പേര്, അർത്ഥം വരുന്ന പേര് ഞങ്ങൾ കുഞ്ഞിന് കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങള് പക്ഷെ ദൈവം പറഞ്ഞായിരുന്നു പ്രഗ്നൻസിയുടെ ഡെലിവറിയുടെ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. എനിക്ക് അനസ്തേഷ്യ തന്നു കഴിഞ്ഞപ്പം എൻ്റെ ബ്ലഡ് പ്രഷറൊക്കെ വളരെ കൂടി, ഹാർട്ട് ബീറ്റ് വളരെ കൂടി. എനിക്ക് തന്നെ ഞാൻ ഓക്സിജനൊക്കെ എൻ്റെ മുഖത്തു നിന്ന് എടുത്ത് മാറ്റി. എന്തോ ഒരു സംഭവിക്കുന്ന പോലെ എനിക്ക് തന്നെ തോന്നി. പക്ഷെ ദൈവം കൈവിടാതെ സൂക്ഷിച്ചു. ഊനമില്ലാത്തൊരു തലമുറയെ കാണുവാൻ ദൈവം ഇടയാക്കി. കുഞ്ഞിന് ഇപ്പം 13 വയസ്സുണ്ട്. അവൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇപ്പം. അവള് ഗിത്താറൊക്കെ വായിക്കും. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് വാഗ്ദത്തം പോലെ ചെയ്തതുപോലെ ഒരു തലമുറയെ കാണുവാൻ ഇടയാക്കി. ഈ കുഞ്ഞുണ്ടായതിനു ശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് 2013 ഈ വെക്കേഷന്റെ സമയമാകുമ്പം എൻ്റെ പേരൻസ് മസ്കറ്റിലായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ടൊന്ന് പോകും. അപ്പൊ ഈ വെക്കേഷൻ ആയപ്പോൾ ഞാനും കുഞ്ഞുങ്ങളും കൂടെ പപ്പായുടെയും മമ്മിയുടെ അടുത്തോട്ട് പോയി. അപ്പം എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദർ എന്താ ഇലക്ട്രോണിക് വർക്ക് ചെയ്യും. അപ്പം അവനും ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത്. അപ്പൊ അവർ രണ്ടും ബാംഗ്ലൂരുണ്ട്, ഞാൻ മസ്കറ്റിലേക്ക് പോയി. അപ്പൊ ഞങ്ങളുടെ ബാംഗ്ലൂർ ചർച്ചിൽ 40 days ഫാസ്റ്റിംഗ് പ്രെയർ നടക്കും. അപ്പം എൻ്റെ ഹസ്ബൻഡ് 40 days ഫാസ്റ്റിംഗിൽ ഇരിക്കുകയാണ്. ആ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം മെയ് 13-ാം തീയതി ആണെന്ന് തോന്നുന്നു, രാവിലെ എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഓടിച്ചുകൊണ്ട് മാർത്തഹള്ളിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് ഭയങ്കര ചെസ്റ്റ് പെയിൻ അനുഭവപ്പെട്ടു. അപ്പം ആദ്യം എൻ്റെ ആങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ എനിക്ക് ഭയങ്കര നെഞ്ചിനകത്ത് വേദന. അപ്പം അവൻ പറഞ്ഞു, എവിടെ സഹിച്ച വേദന? അപ്പം നെഞ്ചിന്റെ നടുക്കാന്ന് പറഞ്ഞു. അപ്പം ഓ അത് വല്ല ഗ്യാസ് ആയിരിക്കും, ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ലെഫ്റ്റിലോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. പക്ഷെ ആ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടും കുറയുന്നില്ല. പിന്നെ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി, ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നി. ട്രാഫിക്കിലാണ്. ബാംഗ്ലൂരിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ KR പുരം തൊട്ട് മാർത്തള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ആ ട്രാഫിക്കിൽ കിടക്കുവാണ്. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് ശക്തമായ നെഞ്ചുവേദനയിൽ ഉടനെ പാസ്റ്ററിനെ വിളിച്ചപ്പോൾ പാസ്റ്റർ ഉടനെ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. അപ്പൊ ചെറിയൊരു ആശ്വാസമായി. പിന്നെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ കണ്ടു. ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ഡ്രൈവ് ചെയ്ത് കയറ്റി. അവിടെ ചെന്ന് അവര് എമർജൻസിന്ന് വേഗം ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഒരു 9 മണി സമയം, നാട്ടിലൊരു 9 മണിയായി കാണും. അപ്പം മസ്കറ്റിൽ രാവിലെ ഒരു 7-7:30 ആയുള്ളൂ. രാവിലെ എൻ്റെ ആങ്ങളെയാണ് ആദ്യം എന്നെ വിളിക്കുന്നത്.
എൻ്റെ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സെവിജാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ICUലാണ്, ചെസ്റ്റ് പെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് കോണ്ടാക്ട് ചെയ്തപ്പം അവിടെ ICUന്ന് ഡോക്ടറാണ് ഫോൺ റിസീവ് ചെയ്തത്. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ പറയവേ ഫോൺ അങ്ങ് വെച്ചു. അത് കേൾക്കുകയും എൻ്റെ മുന്നിൽ കംപ്ലീറ്റ് ഒരു ഡാർക്ക്നെസ് ആയി. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മൂത്ത കുഞ്ഞിന് 3.5 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 1 വയസ്സും. അവരിങ്ങനെ കട്ടിലേ കിടന്ന് ഉറങ്ങും. അപ്പം അവരെ നോക്കി ഞാൻ, എൻ്റെ ദൈവമേ, ഞാൻ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും എന്നൊക്കെ ഓർത്ത് ഭയങ്കര ഒരു നിരാശ എൻ്റെ ഉള്ളിലേക്ക് വരികയും, മുന്നേ ഭയങ്കര ഒരു ഡാർക്ക്നെസ്. ആ ഡാർക്ക്നെസ് വന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ കല്യാണത്തിന്റെ ആൽബം ഒക്കെ കാണുന്ന പോലെ ഒരു ബുക്ക് എൻ്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് ദൈവം ഞങ്ങളോട് കുടുംബമായിട്ട് പറഞ്ഞ വാഗ്ദത്തങ്ങള് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് എന്നെ 2-3 പേജ് ഇങ്ങനെ കാണിച്ചു. അന്നേരം എനിക്ക് എവിടുന്നില്ലാത്ത ഒരു ശക്തി, ഒരു കംപ്ലീറ്റ് ഒരു പീസ്ഫുൾ മൈൻഡ് എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഒരു ഭയങ്കര സമാധാനം. ഞാനങ്ങ് ശക്തിപ്പെട്ടു. പക്ഷേ ഇച്ചാന് വളരെ വേദനയായിട്ട് ICUലാണ്. പിന്നെ അവിടുന്ന് ഞങ്ങള് വേറൊരു ഹോസ്പിറ്റൽ, കൊളംബേഷ്യ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ECG ഭയങ്കര വേരിയേഷൻ ആയിരുന്നു. അപ്പം ഡോക്ടർ നമ്മളോട് കാത്ത് ലാബിൽ നമ്മളോട് വിളിച്ചു പറഞ്ഞു, 10,000 തൊട്ട് 2 ലക്ഷം വരെയുള്ള സ്റ്റെന്റ് ഉണ്ട്, നിങ്ങൾ ഏത് സ്റ്റെന്റ് ഇടണമെന്ന് പറയാൻ പറഞ്ഞു. കാര്യം സ്റ്റെന്റ് ഇടണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പപ്പയാണ് ഫോൺ എടുത്തത്. പപ്പ പറഞ്ഞു ഏറ്റവും നല്ല സ്റ്റെന്റ് ഇടാൻ എന്ന് പറഞ്ഞു. അങ്ങനെ കാത്ത് ലാബിൽ ആൻജിയോഗ്രാമിന് കയറ്റി. മസ്കറ്റിലുള്ള ദൈവസഭ, ബാംഗ്ലൂരിലുള്ള ദൈവസഭ, ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. ഞാൻ ഒന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ ആൻജിയോഗ്രാം ചെയ്യുമ്പം നോർമൽ ആൻജിയോഗ്രാം റിപ്പോർട്ട് കിട്ടണേന്ന്, സ്റ്റെന്റ് ഇടേണ്ടി വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു. ആൻജിയോഗ്രാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ കാത്ത് ലാബിൽ നിന്ന് തന്നെ എന്നെ മസ്കറ്റിലേക്ക് ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, പ്രോപ്പോനിൻ 950 ഉണ്ട്, ക്രിയാറ്റിൻ കൈനേസ് 1500 എങ്ങാണ്ടുണ്ട്. ടിപ്പിക്കലി ഒരു ECG ഭയങ്കര വേരിയേഷനാണ്. പക്ഷെ ഞങ്ങൾ ആൻജിയോഗ്രാം ചെയ്തപ്പം ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് എവിടോ പോയി, എല്ലാ ആർട്ടറീസും ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റെന്റ് ഇട്ടില്ലെന്ന് പറഞ്ഞു. എത്ര സ്തുതിച്ചാലും മതിയാവത്തില്ല. കർത്താവ് നമ്മൾ ചെറുതായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ, ഞാൻ അങ്ങനെ ഇരുന്നൊന്നും പ്രാർത്ഥിച്ചില്ല. ഞാനിങ്ങനെ എല്ലാവരും വീട്ടിൽ ഒത്തിരി പേരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്ട്, ഇങ്ങനെ ഈ വിഷയം അറിഞ്ഞിട്ട് ഓരോരുത്തർ വന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ, കർത്താവെ എല്ലാവരും വിടുതൽ കിട്ടണേന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഒരു സ്റ്റെന്റ് ഇട്ട് നടക്കേണ്ടി വരാതെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ആൻജിയോഗ്രാം നോർമൽ റിപ്പോർട്ട് തരണേന്ന് പ്രാർത്ഥിച്ച എൻ്റെ ഉള്ളിലെ ആ ഞെരുക്കം കർത്താവ് കേട്ട് ദൈവം അത്ഭുതമായിട്ടൊരു നോർമൽ ആൻജിയോഗ്രാം റിപ്പോർട്ട് തന്നു. അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് പിറ്റേ ദിവസം ഞാൻ ICUലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവരൊരു എക്കോയും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. എക്കോ ചെയ്തപ്പം ഹെൽത്തി ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു എക്കോ റിപ്പോർട്ട് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പിറ്റേ വർഷം ഞങ്ങൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വന്നിട്ട് ചെക്കപ്പ് ചെയ്തപ്പം ത്രെഡ്മില്ലിൽ ഓടിയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞതാ, തനിക്ക് ഒരു കൂലിപ്പണിക്കാരൻ അവർ വർക്ക് ചെയ്യുമ്പോൾ അവർക്കുള്ള ഹാർട്ട് പോലത്തെ ഒരു ഹാർട്ടാണ് ഉള്ളത്, നല്ല സ്ട്രോങ് ആയിട്ട്, ഒന്നും പേടിക്കണ്ടെന്ന്. അങ്ങനെ ദൈവം ആ ഒരു വലിയ ഭാരത്തിൽ നിന്നും, മരണത്തെ മുഖാമുഖം കണ്ട അവസ്ഥയിൽ നിന്നും ദൈവം ഞങ്ങൾക്ക് വിടുതൽ തന്നു. എന്നെ വിധവയാക്കാതെ, എൻ്റെ കുഞ്ഞുങ്ങളെ അനാഥരാക്കാതെ ദൈവം സഹായിച്ചതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ 2015 ആയപ്പം ദൈവം വീണ്ടും അടുത്ത കുഞ്ഞിന് വേണ്ടിയുള്ള ഇടപെട്ടു തുടങ്ങി. അപ്പം ഞാൻ ആദ്യത്തെ 2-3 പ്രഗ്നൻസിയിൽ ഇങ്ങനെ ഇൻസിഡന്റ് ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ പേടിയാണ്. ഇനി അടുത്ത ഒരു പ്രഗ്നൻസിയിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെ ആയിരിക്കുമെന്നുള്ള ഒരു ഭയം. ഞാനിങ്ങനെ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ദൈവം ഇടപെട്ടു തുടങ്ങിയപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവം എന്നോട് ഡയറക്റ്റ് ആയിട്ട് ഇടപെടണം, എന്നാ ഞാൻ പ്രിപ്പയർ ആവാന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടന്നപ്പം ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ്. ഒരു എക്സ്റേയുടെ ഫിലിം എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു. അപ്പൊ അവിടെ അതിനകത്ത് ഇങ്ങനെ സ്പൈനൽ കോഡ് ഞാൻ കണ്ടു.
എന്നിട്ട് ആ സ്പൈനൽ കോഡിന്റെ താഴെ പിന്നെ ആൺകുഞ്ഞിന്റെ ഒരു സെക്സ് ഓർഗൻ. എന്നിട്ട് ഞാനൊരു ശബ്ദം കേൾക്കുക, 6 വർഷം മുമ്പ് നിനക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഞാൻ മടക്കി തരും. അപ്പൊ എന്റെ ആദ്യത്തെ കുഞ്ഞിന് 6 വയസ്സാണ്. അപ്പൊ ഞാനോട് രാവിലെ പറഞ്ഞു, ചായ സമയമായി കേട്ടോ, നമുക്കൊരു ആൺകുഞ്ഞിനെ ഇനി അടുത്ത് തരുന്നേ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് അതിനുവേണ്ടി ഒരുങ്ങി. 2016 ജാനുവരിയിൽ ഞാൻ വീണ്ടും കൺസീവായി. പക്ഷെ ആ പ്രഗ്നൻസിയിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു. കഴിഞ്ഞ 2-3 പ്രാവശ്യം വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള പ്രഗ്നൻസി പീരീഡ് ആയിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് മൂന്നാമതൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ എനിക്കൊരു പീസ്ഫുൾ പ്രഗ്നൻസി പീരീഡ് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു. പ്രഗ്നന്റ് ആയ ആദ്യത്തെ ആഴ്ചയിൽ ഞങ്ങൾ അറിയുന്നതിന് മുമ്പേ ഞാൻ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണു. ഒരു 3-4 സ്റ്റെപ്പ് താഴെ ഞാൻ റോൾ ചെയ്തു പോയി. പക്ഷെ ഒരു ബ്ലീഡിങ്ങോ ഒരു സ്പോട്ടോ ഒന്നും ഉണ്ടായില്ല. ദൈവം ആ പ്രഗ്നൻസിയിൽ ഒരു കംപ്ലീറ്റ് പീസ്ഫുൾ പ്രഗ്നൻസി ആയിരുന്നു. 2016 സെപ്റ്റംബർ 26 ഞങ്ങൾക്ക് ദൈവം ഒരു ആൺ തലമുറയെ തന്നു. കുഞ്ഞ് ഉദരത്തിലുള്ളപ്പോൾ 4-ാം മാസം ദൈവം ഇടപെട്ടു. ജെരമയ്യ എന്ന് പേര് കുഞ്ഞിനിടണമെന്ന്. അങ്ങനെ അവന് ജെരമയ്യ എന്ന് ഞങ്ങൾ പേര് വിളിച്ചു. ഇന്ന് അവന് 8 വയസ്സ് പ്രായമുണ്ട്. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല, SLE എന്ന് പറഞ്ഞ അസുഖം, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് ദൈവം എനിക്ക് ഊനമില്ലാത്ത 3 തലമുറയെ ദൈവം ദാനമായി തന്നു. അങ്ങനെ ദൈവം ഞങ്ങളോടുള്ള ദൈവത്തിന്റെ നീതി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണുവാനിടയായി. അപ്പൊ ഈ സമയത്തൊക്കെ ദൈവം ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഇടപെടുമായിരുന്നു, ഞങ്ങളെ US അയക്കുമെന്നുള്ളത്. അപ്പം എൻ്റെ വിവാഹത്തിന് മുമ്പേ തന്നെ ഞാൻ US വരാനുള്ള R&D എക്സാം ഞാൻ എഴുതി പാസ്സായി. 2009 ഞങ്ങള് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഫയൽ ചെയ്തു. പക്ഷെ ഈ ഫയൽ ചെയ്തിട്ടും ഇവിടെ റിട്രോഗ്രേഷൻ ആയിട്ട് നമുക്ക് നഴ്സസിന് വിസ കിട്ടാതെ ഒരു 14 വർഷം ഞങ്ങൾ ഈ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ IELTS എഴുതിയ, ഈ IELTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കൂടുമ്പം എക്സ്പയർ ആവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം എഴുതി കഴിഞ്ഞ് 2015 ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് നടക്കാൻ പോകുന്നൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ എവിടെ ചെന്നാലും ഇങ്ങനെ പറയും USA പോവും, നിങ്ങളെ വിദേശത്തയക്കും, മഞ്ഞ് പെയ്യുന്ന രാജ്യത്തയക്കും എന്നൊക്കെ കേൾക്കുമ്പോ ഇത് നടക്കും, ഇതെന്ന് നടക്കുമെന്ന് അറിയില്ല. പിന്നെ നമ്മളും ഇങ്ങനെ ദൈവത്തിന്റെ സമയമാകുമ്പോൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളും ഇങ്ങനെ വിട്ടു. പക്ഷെ വീട്ടിലുള്ളവരൊക്കെ ചോദിച്ചു, നീ ഇനി എന്ന് പോവാന്, ഇപ്പം തന്നെ എന്തോരം പ്രായമായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങള് ദൈവം പറഞ്ഞ ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചു. 2015 ആയപ്പോ എന്റെ ലൈസൻസ് ഇവിടെ SSN നമ്പർ ഇല്ലാതെ പുതുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അതെന്റെ ലൈസൻസ് ഇന്നാക്റ്റീവായി. എന്നാൽ 2018 ആയപ്പോൾ ഞാൻ ലൈസൻസ് ഞാൻ എഴുതിയ സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക്, ടെക്സാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എൻ്റെ ലൈസൻസ് എൻഡോഴ്സ് ചെയ്തെടുത്തു. 2018 ദൈവം എനിക്കൊരു പരിചയമില്ലാത്ത ഒരാൾ ഞങ്ങൾക്ക് ഒരു മെസ്സേജ് ഫോർവേഡ് അയച്ചു. അതിനകത്ത് ഇങ്ങനെ US പോകാൻ വേണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ഒരു എംപ്ലോയറിന്റെ നമ്പറും അവരുടെ ഡീറ്റെയിൽസും വെച്ചിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, അപ്പൊ US നമ്മുടെ വാക്തത്വം വേണ്ട. ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ അവര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു അവരെന്റെ പ്രോസസ്സിങ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം ആദ്യം 2009 എന്റെ പ്രോസസ്സിങ് ചെയ്ത ഏജൻസി അവർ US പ്രോസസ്സിങ് ഒന്നും നടക്കാത്തതുകൊണ്ട് ആ ഏജൻസി കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് ആദ്യം ഒരു ബോംബെ ബേസ്ഡ് ഏജൻസി ആയിരുന്നു. അവര് ബാംഗ്ലൂരിലൊരു അവർക്കൊരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അവിടുന്ന് അത് കംപ്ലീറ്റ്ലി അവർ ക്ലോസ് ചെയ്ത് തിരിച്ചവര് ബോംബെ പോയി. പിന്നെ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇനി US അവർ പ്രോസസ്സ് ചെയ്യുന്നില്ല, വേറെ സ്ഥലമാണെങ്കിൽ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ആ സെയിം ഏജൻസിയാണ് എൻ്റെ RN വേണ്ടി പേ ചെയ്തതും ഈ പിന്നെ ഗ്രീൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തതും എല്ലാം അവരാണ് ചെയ്തത്. അവരുടെ അണ്ടറിലാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചു,
ഞങ്ങൾ യു എസിലേക്ക് വേറൊരു ഏജൻസി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേ ചെയ്യണം. അപ്പം അതാണ് അവരുമായിട്ടുള്ള കോൺട്രാക്റ്റ്. നമ്മൾ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളിങ്ങനെ പൈസ കൊടുക്കണം. അപ്പം അതിൻ്റെ ഓണർ ഞങ്ങൾക്ക് മെയിൽ അയച്ചു, നിങ്ങൾ ഒരു പൈസ പോലും തരണ്ട, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഏജൻസിയെ നിങ്ങൾ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ RN എക്സാം എഴുതിയത് ഒരു പൈസ പോലും കൊടുക്കാതാണ്. അവര് ഫ്രീ ആയിട്ട് ഞാൻ പഠിച്ചു വേറൊരു ഏജൻസിയിൽ. അവരെന്നെ എക്സാം എഴുതിച്ചു. 2018 ഞാൻ ഇവിടെ വന്ന ഏജൻസിയിൽ ഞാൻ കൊടുത്തു. അത് ഇവിടുത്തെ US ബേസ്ഡ് എംപ്ലോയർ ആണ്. അപ്പം അവരെ എന്നെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ ചെറിയൊരു കാലതാമസം വന്നത് എനിക്ക് വീണ്ടും IELTS എഴുതണമായിരുന്നു. അത് IELTS എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ ഗ്രീൻ കാർഡിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് കോവിഡ് 2020 സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡിലേ, കോവിഡിൻ്റെ സമയത്തൊരു ഗ്യാപ്പ് വന്നു. കാര്യം നമ്മുടെ ഈ കോൺസുലേറ്റ് ഒക്കെ ക്ലോസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു താമസം വന്നു. എന്നാലും 2021 ഒരു സ്വപ്നം കണ്ടവളെ പോലെ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഞങ്ങളുടെ പേപ്പേഴ്സ് NVCയിൽ എത്തിയിട്ട് നമ്മുടെ എംപ്ലോയർ തന്നെ അത് എക്സ്പയർ ഡേറ്റ് ചെയ്ത്, അതായത് അർജന്റായിട്ട് ഈ നഴ്സിനെ ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ലെറ്റർ കൊടുത്ത് അങ്ങനെ എൻ്റെ NVCന്ന് നേരെ മുംബൈ കോൺസുലേറ്റിലേക്ക് എൻ്റെ പേപ്പർ വന്നു. 2021 നവംബർ മാസം 24 ഞങ്ങൾക്ക് US വരാൻ വേണ്ടി വിസ അപ്രൂവ് ആയി. 2022 ഞങ്ങൾ US കഴിഞ്ഞപ്പോഴും ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹോസ്പിറ്റൽ, യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിലെ ദൈവം എനിക്ക് ജോലി തന്നു. ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഹസ്ബൻഡ് വീട്ടിൽ ഇരുന്ന് വർക്ക് ഫ്രം ഹോം, ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പം വർക്ക് ഫ്രം ഹോം പിന്നെ ഉള്ള ഒരു കമ്പനിയിൽ ജോലി കിട്ടി. കാര്യം ഞങ്ങൾ താമസിക്കുന്ന ഫ്ലോറിഡയിൽ അങ്ങനെ IT കമ്പനീസ് ഒക്കെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കുറവാണ്. അപ്പം വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് വർക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടണം, സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ വീട്ടിലാരെങ്കിലും വേണം, എനിക്ക് ജോലിക്ക് പോകണം. അതൊക്കെ ദൈവം അതിനകത്തെല്ലാം ഒരു പരിഹാരം തന്നിച്ചാൽ വർക്ക് ഫ്രം ഹോം ദൈവം ജോലി ഒരുക്കി. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങളോട് പറഞ്ഞു, വരുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വാഹനം തരും, 2 വാഹനം തരും, വീട് തരും എന്നൊക്കെ ദൈവം പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് ഇവിടുത്തെ റേറ്റ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര, നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ വന്ന് പിറ്റേ മാസം തന്നെ ഞങ്ങൾ വാഹനം എടുത്തു. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുന്നതിൻ്റെ മുമ്പ് അടുത്ത വാഹനം എടുത്തു. അതിപ്പോൾ ദൈവം പറഞ്ഞു ഞങ്ങൾക്ക് ഭവനം തരും. ഞങ്ങൾ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം തക്ക സമയത്ത് ഞങ്ങൾക്ക് വിശാലമായൊരു ഭവനം ലേക്ക് ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം ഒരുക്കി. അപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ ഭാഗമായിട്ട് ഞങ്ങള് ലേക്ക് ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ്. അപ്പം ലേക്ക് ലാൻഡിലേക്ക് ഞങ്ങള് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഞങ്ങൾ ഇവിടെ വീട് വാങ്ങിക്കുന്നത്. അപ്പം വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് എനിക്ക് റിസൈൻ ചെയ്ത് ഈ സ്ഥലത്തേക്ക് വരണം. അപ്പോൾ ഒരു 2.5 മണിക്കൂർ ട്രാവൽ ചെയ്യത്തക്ക തരത്തിലുള്ള ദൂരമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഇനി അവിടെ ചെന്നിട്ട് ജോലി എങ്ങനെ കണ്ടുപിടിക്കും. നേഴ്സുമാർക്ക് ജോലി കിട്ടാൻ പാടില്ല, എങ്കിലും ദൈവമേ ഏത് സ്ഥലത്താണ് ഞാൻ പോകേണ്ടതെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്നപ്പം ഞാനിങ്ങനെ കാണുവാണ്, എന്നെ ഒരു മെയിൽ ഒരു മനുഷ്യൻ എന്നെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ ഇന്റർവ്യൂവിന് ശേഷം എന്നെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നു. ഇതാണ് ഇങ്ങനെ പരിചയപ്പെടുത്തി തരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു പേര് ദൈവം എന്നെ എഴുതി കാണിച്ചു. അപ്പൊ ഞാൻ ആ പേര് മൊത്തം വായിച്ചെങ്കിലും ആദ്യത്തെ 2 അക്ഷരമേ എനിക്ക് ഓർമ്മയുള്ളൂ, EN എന്ന്. അപ്പൊ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് EN തുടങ്ങുന്ന ഹോസ്പിറ്റൽ ഏതാ ലേക്ക് ലാൻഡിൽ. അപ്പം ഞാനിങ്ങനെ ഗൂഗിളിൽ കണ്ടപ്പോൾ എൻകംപാസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിന്റെ പേര് കണ്ടു. ഞാൻ ഓൺലൈനിൽ അവിടെ അപ്ലൈ ചെയ്തു. അപ്പൊ അപ്ലൈ ചെയ്തപ്പോൾ അവര് ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഇപ്പോഴത്തെ ഹോസ്പിറ്റലില് US മൊത്തമുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം അലബാമ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ നിന്ന് തന്നെ റിക്രൂട്ടർ കോണ്ടാക്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പം ഗെയിൻസ്വില്ലിലാണ്, ഞാനൊരു 2 months കഴിഞ്ഞിട്ട് ലേക്ക് ലാൻഡിലേക്ക് റീലൊക്കേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം എനിക്ക് അപ്പോഴത്തേനും ജോലിക്കാണെന്ന് പറഞ്ഞു. അപ്പം അവരെന്നോട് പറഞ്ഞു,
അവരുടെ പേഴ്സണൽ നമ്പർ തന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ലേക്ക് ലാൻഡിൽ എന്ന് റീലൊക്കേറ്റ് ചെയ്യുന്നു അന്ന് എന്നെ മെസ്സേജ് അയക്കാൻ പറഞ്ഞു. ഞാൻ അതിനുശേഷം ഞങ്ങൾ നാട്ടിൽ ഒരു മാസത്തേന് ഞങ്ങൾ വെക്കേഷന് നാട്ടിൽ പോയി. തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞാൻ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് എൻ്റെ ചർച്ചിൽ മല്ലശ്ശേരിയിൽ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുക. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ഫാസ്റ്റിംഗ് പ്രെയറിന്റെ സെഷനിൽ അറ്റൻഡ് ചെയ്തപ്പം അന്ന് അവിടെ പ്രസംഗിച്ച ഒരു പാസ്റ്റർ എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് 9-ാം മാസം ദൈവം ഒരു വഴി തുറക്കും, 8-ാം മാസം അതിന്റെ വിടുതൽ നീ കാണും, 9-ാം മാസം എന്തോ ഒരു പേപ്പർ നിന്റെ കൈ കിട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചിവിടെ വന്നിട്ട് ഓഗസ്റ്റ് 1-ാം തീയതി ഞാൻ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ 2 വീക്സ് മതി റെസിഗ്നേഷന്. അപ്പൊ റെസിഗ്നേഷൻ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്താണ് ജോലിക്ക് പോയത്. ജോലിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് 2 ആഴ്ചയും കൂടെ ജോലിയുള്ളൂ. എനിക്ക് വേറെ ജോലി ശരിയായിട്ടില്ല. അപ്പൊ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ ഇവര് നേരത്തെ തന്ന ആ റിക്രൂട്ടറിന്റെ നമ്പറിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഞാൻ റീലൊക്കേറ്റ് ആയി, നിങ്ങളുടെ ലേക്ക് ലാൻഡ് പിന്നെ ബ്രാഞ്ചിൽ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു ഇങ്ങനെ മെസ്സേജ് അയച്ചു. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഉണ്ട്, പക്ഷേ PRN പോസ്റ്റാണ്. PRN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം അല്ല, അവർക്ക് ആവശ്യമുള്ളുമ്പോൾ നമ്മൾ ചെന്നാൽ മതി, അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ഉള്ളെന്ന് പറഞ്ഞു. അപ്പം PRN പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇൻഷുറൻസും ഒന്നും കവേർഡ് അല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇൻഷുറൻസ് ഒക്കെ കവേർഡ് ആയിട്ടുള്ള ഒരു ജോലി, എനിക്കൊരു ഫുൾ ടൈം ജോലി വേണം എന്ന് കർത്താവിനോട് പറഞ്ഞു. അവര് പറഞ്ഞു, എന്തായാലും നീ PRN പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, വൺസ് സിസ്റ്റത്തിലായി കഴിഞ്ഞാൽ അവർക്ക് PRN ഫുൾ ടൈമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, ഇന്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്തു. എന്നിട്ട് ഞാൻ പഴയ സ്ഥലത്ത് ജോലിക്ക് പോയി. ആ ആഴ്ചത്തെ ജോലി കഴിഞ്ഞു. പിറ്റേ ആഴ്ച ഞാൻ ഒരു ട്യൂസ്ഡേയിലാണ്, എനിക്ക് 7-ാം തീയതി ആണെന്ന് തോന്നുന്നു, അല്ല 6-ാം തീയതി ആണ് എൻ്റെ ഇന്റർവ്യൂ. 6-ാം തീയതി ഇന്റർവ്യൂവിന് ചെന്നപ്പോ എൻ്റെ CNO എന്നോട് ചോദിച്ചു, PRN പോസ്റ്റിനാണോ അപ്ലൈ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ PRN പോസ്റ്റിനല്ല അപ്ലൈ ചെയ്തത്, ഞാൻ ഫുൾ ടൈം ആയിട്ടാണ് അപ്ലൈ ചെയ്തത്, പക്ഷെ PRN ഇവിടെ അവൈലബിൾ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, ഇല്ല, ഇവിടെ ഫുൾ ടൈം ഇപ്പൊ അവൈലബിളാ, ഒരു നേഴ്സ് നൈറ്റ് ഷിഫ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്തു, ആ ഒരു പോസ്റ്റിലേക്ക് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂ ഞാൻ ക്ലിയർ ആയി. ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിവിടെ വന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയി, ഗെയിംസ്വില്ലിൽ ജോലിക്ക് പോയി. 7-8 എനിക്ക് ജോലിയാണ്. 8-ാം തീയതിയാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പം കർത്താവ് ദൂത് പറഞ്ഞത്, നീ അവിടുന്ന് ജോലി വിടുന്നതിന് മുമ്പ് നിനക്ക് ഓഫർ ലെറ്റർ കൈ കിട്ടുമെന്നാണ്. 8-ാം തീയതി വൈകിട്ട് 3 മണി വരെ എനിക്ക് ഓഫർ ലെറ്റർ ഒന്നും വന്നില്ല. എന്നെ HR കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവര് എന്നോട് എൻ്റെ പഴയ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് റെഫറൻസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ റെഫറൻസ് കൊടുത്തു. എൻ്റെ നഴ്സ് മാനേജറൊക്കെ എന്നെ റെഫർ ചെയ്തു. 8-ാം തീയതി ഒരു 3 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഫോൺ കോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ എൻകംപാസിന്റെ HR മാനേജറെ വിളിച്ചത്. അവരെന്നോട് പറഞ്ഞു, ഞങ്ങള് ഇങ്ങനെ നിന്റെ ഞങ്ങളിങ്ങനെ ഓഫർ അയക്കാൻ വേണ്ടി പോവാണ്, ഇതൊക്കെയാണ് സാലറിയുടെ പാക്കേജ്, ഇതെല്ലാം എൻ്റെ ഫോണിൽ കൂടെ പറഞ്ഞു. അങ്ങനെ 8-ാം തീയതി എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടിക്ക് ഞാൻ പോകുന്നതിന്റെ മുമ്പേ എൻ്റെ ഓഫർ ലെറ്ററിന്റെ കൺഫർമേഷൻ എനിക്ക് ഫോണിൽ കൂടെ കിട്ടി. 9-ാം തീയതി ഞാൻ 8-ാം തീയതി ജോലി കഴിഞ്ഞ് 9-ാം തീയതി രാവിലെ തിരിച്ച് ഗെയിംസ്വില്ലിൽ നിന്ന് ലേക്ക് ലാൻഡിൽ എത്തുന്നതിന് മുമ്പേ എൻ്റെ ഫോണിൽ എൻ്റെ ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ കർത്താവ് പറഞ്ഞതുപോലെ എൻകംപാസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ ദൈവം എനിക്ക് വഴി തുറന്നു. കർത്താവ് ദൂത് പറഞ്ഞതുപോലെ കറക്റ്റ് 9-ാം മാസം ആണ് അവര് എൻ്റെ ജോയിനിങ് ഡേറ്റ് വെച്ചത്. അങ്ങനെ 9-ാം മാസം ജോലിക്ക് കയറുവാൻ സഹായിച്ചു. ഇപ്പൊ ഏകദേശം 4 മാസമായി കർത്താവ് നടത്തുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഒരിക്കലും നമ്മളെ വഴിയിൽ വിട്ടിട്ട് പോകുന്ന ദൈവത്തെ അല്ല വിളിച്ച് അപേക്ഷിക്കുന്ന വ്യക്തമായി ഞാൻ ഓരോ നിമിഷവും ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുകയാണ്. വളരെ അത്ഭുതകരമാകുന്ന അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. ലൂപ്പസ് പോലുള്ള രോഗങ്ങൾ അത് പെട്ടെന്ന് തന്നെ സൗഖ്യമാകുക, സമയമെടുത്തല്ല.
അതെ അതെ ഡാമേജ് ആയിപ്പോയ ലിവർ പെട്ടെന്ന് റീസ്റ്റോർ ആകുക, അത് ദൈവത്താൽ മാത്രം സാധിക്കുന്നതാണ്. കുറേ നാൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്തൊക്കെ ഒരു ലിവറിൻ്റെ റീസ്റ്റോറേഷൻ പോലെയല്ല പെട്ടെന്ന് സംഭവിക്കുന്നത്. നമ്മുടെ കർത്താവിനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. സമാനമാകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകിച്ചും രോഗങ്ങളാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല, കർത്താവിന് വിടുതൽ നൽകുവാൻ കഴിയാത്ത ഒരു രോഗവുമില്ല. അപ്പോൾ ആളുകൾ ചോദിക്കും, അനേകരപ്പം രോഗമായിട്ട് പ്രതിസന്ധിയിലൂടെ പോയി കഷ്ടം അനുഭവിച്ചിട്ടില്ലേ? ഉണ്ട്. എന്നാൽ ചിലർ അങ്ങനെ കഷ്ടം അനുഭവിച്ചപ്പോൾ തന്നെ മറ്റു ചിലർ പ്രാർത്ഥനയാൽ വിശ്വാസത്താൽ അതിനെ അതിജീവിച്ചു. അപ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനുണ്ട്. ഒരു ഓപ്ഷൻ നാം കടന്നു പോകുന്ന രോഗത്തെ അനുഭവിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ഓപ്ഷൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിൽ ഏത് വേണമെങ്കിലും മനുഷ്യന് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നിലവിളിക്കുവാൻ മുട്ടുമടക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ, ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വിടുതലുകളെ കൽപ്പിച്ചേക്കുവാൻ വിശ്വസ്തനാണ്. തലമുറയുടെ വിഷയം പറഞ്ഞു. അത്ഭുതകരമായിട്ട് എങ്ങനെയാണ് കർത്താവ് വാക്ക് പറഞ്ഞ് തലമുറയെ നൽകിയത്. അതിന് തടസ്സമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് തടസ്സമായിട്ടുള്ള ഒത്തിരി അവകാശവാദങ്ങൾ ശത്രുവിൻ്റെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം അതിജീവിച്ച് ദൈവിക അത്ഭുതങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ട് പിന്നെയും നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാൻഡിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നമുക്ക് ഈ സെഷൻ പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാം. സിസ്റ്റർ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്, നിങ്ങളെല്ലാരെങ്കിലും പ്രിയമുള്ളവർ സമാനമാകുന്ന എന്തെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ പ്രിയ ലിപ് സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹവും വിടുതലും വെളിപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. സിസ്റ്ററിനെ ചുരുക്കമായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അല്പസമയം കർത്താവിന്റെ സന്നിധിയിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, ഇത് കേൾക്കുന്ന അനേകർക്ക് ഇതൊരു ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് ഇതൊരു വിടുതലായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ, ദൈവമേ, ഈ ചാനലിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്റെ വ്യൂവേഴ്സിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ, ഇതിൽ കൂടെ കേൾക്കുന്ന ഓരോ ഹല്ലേലൂയ ദൈവമേ ദൈവത്തിന്റെ പ്രവർത്തികളും ദൈവമേ ഇത് കേൾക്കുന്ന അനേകർക്ക് അതൊരു ആശ്വാസമായി തീരുവാൻ, ഇതിന്റെ വ്യൂവേഴ്സിന് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാൻ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എല്ലാം ദൈവനാമത്വത്തിനായി തീരുവാൻ, ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാൻ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ നാം എല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ ലിപ് സിസ്റ്റർ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ, സിസ്റ്ററെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. വാക്കുവാനിൽ മാറാത്ത കർത്താവ് നമ്മളോട് എന്തെല്ലാം വാഗ്ദത്തം കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കർത്താവ് തക്ക സമയത്ത് അത് നിവർത്തിക്കും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പ്രിയ സിസ്റ്ററോടുള്ള എല്ലാ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്നതിനെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. God bless you all. Thank you. Thank you for watching. God bless you.